192 ശ്ലോകം. പിതൃദേവാദിധീനാം ച ജ്ഞാതേ സ്വസ്യ കൃതേപി ച യോ ധർമ്മ ക്രിയതേ നിത്യം ധർമാണാം ഉത്തമഃ സഹി. പിതൃദേവാതിഥീനാം, പിതൃദേവ അതിഥികൾക്കും, ജ്ഞാതേഹേ ബന്ധുവിനും, സ്വസ്യജ തനിക്കും, കൃതേഹേ കൃതേയഃ വേണ്ടി യാതൊരു, ധർമ്മഃ നിത്യം ക്രിയതേ ധർമ്മം എന്നും ചെയ്യപ്പെടുന്നുവോ, സഹ അത്, ധർമാണാം ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ, ഉത്തമഃ ഹി ഉത്തമം ആണല്ലോ. അതായത് ധർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമാണ് പഞ്ചമഹായജ്ഞങ്ങൾ. പിതൃക്കൾക്കും ദേവന്മാർക്കും അതിഥികൾക്കും ബന്ധുവിനും തനിക്കും വേണ്ടി ധർമ്മം ചെയ്യാം. തനിക്കു വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞത്തിൽ നാം ചെയ്യുന്ന ജപം, സ്വാധ്യായം മുതലായവ, വേദപാരായണം മുതലായവ ആത്മാവിൻ്റെ അഭ്യുന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ളത് ദേവന്മാർക്ക്, അതിഥികൾക്ക്, ഭൂതങ്ങൾക്കൊക്കെ ചെയ്യുന്ന, ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ജീവികൾക്കൊക്കെ നൽകുന്ന ആ ദാനം, യജ്ഞരൂപത്തിലുള്ള ദാനം, അത് ഉത്തമമായിട്ടുള്ള ധർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് എന്നും ചെയ്യേണ്ടതാണ്. എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് തോന്നും, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അശുഭകരമായിട്ട് വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കേൾക്കും, ആ സമയത്ത് ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ലോകത്തിൽ നാം പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം സമീപിക്കുന്നത് ജ്യോത്സ്യന്മാരെയാണ്. അപ്പോൾ ജ്യോത്സ്യന്മാർ പറയും, ഇന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്ന പൂജ ചെയ്യൂ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് പൂജ ചെയ്യും. അതേപോലെയുള്ളൊരു ഏർപ്പാടല്ല യഥാർത്ഥത്തിൽ യജ്ഞം എന്ന് പറയുന്നത്. യജ്ഞം എന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ ഒരു ചര്യയായിട്ട് മാറണത്. ഏതെങ്കിലും ഒരു ദിവസം ചെയ്യേണ്ടതല്ല, എന്നും അതൊരു ജീവിത ശൈലിയാണ്. ഭാരതീയ സംസ്കാരം ആ ഒരു ജീവിതശൈലിയെ ആദ്യകാലം മുതൽ തന്നെ വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സംസ്കാരം ഒരു കാലത്ത് സാധാരണക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരുന്നില്ല. ഒന്ന്, ദാരിദ്ര്യം വളരെ അധികമായിരുന്നു സാധാരണക്കാർക്കൂടെ ഉണ്ടായിരുന്ന. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, അവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഭോഗങ്ങൾ എല്ലാ വീട്ടുകളിലും കാണുന്നുണ്ട്. അപ്പൊ പങ്കുവെക്കുക എന്നൊരു ശീലം ധാർമ്മിക ബോധമുള്ള ഒരാൾക്ക് ഉണ്ടാകണം. അത് ഒരിക്കലും ബന്ധുക്കൾക്കോ രക്തബന്ധുക്കൾക്കോ കൊടുക്കുന്നതല്ല യഥാർത്ഥത്തിൽ യജ്ഞം. രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കല്യാണം വരുന്ന നേരത്ത്, വീട് കയറി താമസം വരുന്ന നേരത്ത് ചില ആളുകൾ ചില പ്രസന്റേഷനൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അതൊരു ട്രാൻസാക്ഷനാണ്, അതൊരിക്കലും യജ്ഞമൊന്നുമല്ല. അത് നിങ്ങൾ ഒരിക്കൽ വീട് കയറി താമസിക്കുന്നു, നിങ്ങൾക്കറിയാം. അപ്പം അതിന് മുന്നോടിയായിട്ട് എല്ലാ വീട്ടിലും കൊടുത്തിടും. അപ്പം നമ്മൾ വീട് കയറി താമസിക്കുമ്പോൾ അതൊക്കെ ഇങ്ങ് തിരിച്ചു വരും. അന്ന് 1000 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു മിക്സർ ഗ്രൈൻഡർ നമ്മൾ വീട് കയറി താമസിക്കുമ്പോൾ 5000 രൂപയായിട്ടുണ്ടാവും. പലിശ അടക്കമാണ് കിട്ടുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സാധാരണ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതല്ല യജ്ഞം. യജ്ഞം എന്നത് നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. ഭൗതികമായി പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതല്ല അതൊന്നും. അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറണം. കാരണം ഭൗതികമായിട്ട് നമുക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ വിലയുള്ളതാണ് ആത്മീയമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഭൗതികമായിട്ട് നമുക്ക് ഒരുപാട് വസ്തുക്കൾ ലഭിക്കുന്നതിനേക്കാളും ആത്മസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിലയില്ല. പിന്നെ
ആത്മസുഖത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളൊരിക്കൽ കേഴും ജീവിതത്തിൽ. കാരണം ഭൗതികമായതെല്ലാം നിങ്ങൾക്കുണ്ട്. എന്നാലും ആത്മാവിൻ്റെ ഉള്ളിൽ ഒരു തരം ഒറ്റപ്പെടലും ഏകാന്തതയും ഒക്കെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പം ഈ ഭൗതിക വസ്തുക്കൾ കൊണ്ട് എന്ത് പ്രയോജനം പിന്നെ? എന്നാൽ ആത്മസുഖം കിട്ടുകയാണെങ്കിലോ, ആത്മസുഖത്തിന് നിങ്ങൾ നിക്ഷേപങ്ങളൊന്നും മുന്നിൽ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. ആത്മസുഖത്തിനായിട്ട് നാം മുമ്പേ തന്നെ നിക്ഷേപങ്ങൾ ചെയ്യണം. ആ നിക്ഷേപങ്ങളാണ് യജ്ഞത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ സംസ്കാരമായിട്ട് മാറുന്നത്. ഈ സംസ്കാരം നിങ്ങൾ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഒരു ദിവസം ആഗ്രഹിച്ചാൽ കിട്ടുകയില്ല. അത് ദീർഘകാലത്തെ ഒരു മനോഭാവത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും സംസ്കരണത്തിലൂടെയും നിങ്ങളിൽ അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പിതൃക്കൾക്കും ദേവന്മാർക്കും അതിഥികൾക്കും ബന്ധുവിനും തനിക്കും വേണ്ടി യാതൊരു ധർമ്മം ചെയ്യപ്പെടുന്നുവോ അത് ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമം ആണല്ലോ. ഉത്തമ ധർമ്മങ്ങളാണ് ഈ യജ്ഞം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം.